ബഹുമാനനായ സാബു, നിങ്ങൾ നിങ്ങളുടെ സമയത്ത് ബി ജെ പിയെ ന്യായീകരിച്ചോ? ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നോടുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. മഞ്ജുഷ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നിങ്ങളോടല്ല, എന്നോടാ ചോദിച്ചത്, നിങ്ങളോടല്ല. നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ലേ? ചൂടാകാതെ നിങ്ങൾ സംസാരിക്കുക. അതായത് മഞ്ജുഷേ, ഇതിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ സ്ത്രീ സംവരണ ബില്ലിനെ 2023 തന്നെ നമ്മളെല്ലാം പിന്തുണച്ചിട്ടുണ്ട്. അതിനൊരു സംശയമില്ല. ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ്. പക്ഷേ ഡീലിമിറ്റേഷൻ ബില്ലിനെ അതിശക്തമായി എതിർക്കുകയാണ്. ഇത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തിരക്ക് കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ അതിന് കൃത്യമായ കാര്യങ്ങളോ അവതരിപ്പിക്കാതെ ഇന്നലെ വൈകുന്നേരമാണ് MP-മാർക്ക് ഈ ബില്ലിൻ്റെ പകർപ്പ് ഇവർ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഒരുപാട് ഭരണഘടനാ ഭേദഗതികളും പുതിയ ബില്ലുകൾ നിയമമാക്കിയുമൊക്കെ ഇവർ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. നേരത്തെ സാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ മത്തി ചുട്ടെടുക്കുന്നതിനേക്കാൾ എന്താ പറയുക, അത്ര വില പോലും രാജ്യത്തെ നിയമനിർമ്മാണത്തിന് BJP സർക്കാർ കൽപ്പിക്കുന്നില്ല. 2023 കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമം എന്തുകൊണ്ടാണ് ഈ 3 വർഷം ഇവർ അതിൽ ഒരു നീക്കവും ഒരു തുടർ നടപടി സ്വീകരിക്കാതിരുന്നത്? ഇപ്പം രാജ്യത്ത് BJPക്ക് ഭരണം ലഭിക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തെ നിയമം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഭരണഘടനാ ഭേദഗതി ആവശ്യമായ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീ സംവരണം നടപ്പിലാക്കുക എന്നുള്ളത് BJPയുടെ താല്പര്യമല്ല, ദുരുദ്ദേശമാണ്. അവർക്കറിയാം ഇത് നടപ്പിലാകാൻ പോകുന്നില്ല. സത്യസന്ധതയും ആത്മാർത്ഥതയും BJPക്ക് ഇക്കാര്യത്തിലില്ല. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ബില്ലിൽ ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞത് 50% വരുന്ന ജനവിഭാഗത്തിന്, അതായത് സ്ത്രീ ജനങ്ങൾക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് എന്നാണ്. ശരി, വകവെച്ചു കൊടുക്കാം. ഈ രാജ്യത്തെ OBC ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ പാർലമെന്റിൽ നിന്നും നിയമനിർമ്മാണ സഭകളിൽ നിന്നും മാറ്റി നിർത്തുന്ന BJPക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ MP-മാർ, പ്രതിപക്ഷ MP-മാർ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ 2023 ബില്ല് അവതരിപ്പിച്ചപ്പോൾ സ്ത്രീ സംവരണ ബില്ലിനെ അനുകൂലിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ OBCക്ക് ഉപസംവരണം സബ്കോട്ട നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ന്യായമായ ഒരാവശ്യമാണ്. പ്രത്യേകിച്ചും പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ് സംവരണം കൊണ്ടുവരുന്നത്. ആ പ്രാതിനിധ്യമില്ലാത്ത ഇന്ത്യയിലെ ലക്ഷക്കോടിക്കണക്കിന് OBC വിഭാഗക്കാരുണ്ട്. ആ OBC വിഭാഗക്കാർക്ക് ഇതിൽ സംവരണം അഡീഷണലായി കോട്ടയായി ഉൾപ്പെടുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മാത്രമല്ല പുനർനിർണയം ഉണ്ടാകും എന്ന് 2023 ബില്ലിൽ തന്നെ ഉള്ളതാണല്ലോ. 2026 സെൻസസ് അനുസരിച്ച് സീറ്റുകൾ പുനർനിർണയിച്ച ശേഷം എതിർക്കുന്നുണ്ടല്ലോ അല്ലെ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. എതിർക്കണില്ല. മനുഷ്യ എന്തിനാ എതിർക്കണറിയോ? ഇവർ ഡീലിമിറ്റേഷന് ഭരണഘടനാപരമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ അട്ടിമറിക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ ഇവർക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി നടത്തിയതുപോലെ അല്ലെങ്കിൽ നിയമനിർമ്മാണം കൊണ്ടുവന്നതുപോലെ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങളെ പൂർത്തിയാക്കുകയാണ്. 2024 തന്നെ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ അല്ല, 2023 തന്നെ അംഗീകരിച്ചതാണല്ലോ മണ്ഡല പുനർനിർണയം ഉണ്ടാകും. നിലവിലുള്ള 543 സീറ്റുകളായിരിക്കുകയില്ല എന്നതാണല്ലോ അതിന്റെ അർത്ഥം. കാരണം അതിൽ നിന്ന് പിറകോട്ട് പോയി. അന്ന് അവർ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് സീറ്റ് എണ്ണം കൂടിയാൽ ആ സീറ്റൊക്കെ ജനാധിപത്യ രാജ്യത്ത് വിജയിപ്പിച്ചെടുക്കാൻ ജനങ്ങൾ ഈ BJPക്ക് എതിരായി നിൽക്കുമെന്നൊക്കെ സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം, അന്ന് അവർ പറഞ്ഞത് പുതിയ സെൻസസ് പ്രകാരം ഈ ഡീലിമിറ്റേഷൻ നടത്തുമെന്നാണ്. എന്താ ഇപ്പം ഇവർ മാറാൻ കാരണം? വലിയ ന്യായം പറയണ്ട. ഇവർ അത് 2011 സെൻസസ് അല്ല, ഇത് ഓരോ സ്ഥലത്തും 50% അധികമാക്കി വെക്കുന്നു എന്നൊക്കെ അവർ വാക്കാൽ പറഞ്ഞു പോകുന്നു. എന്നാൽ ബില്ലിൽ വ്യക്തതയില്ല. നിങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥ മത്തി ചുട്ടെടുക്കുന്ന ലാഘവത്തോട് കൂടെ തന്നെയാണ് രാജ്യത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു നിയമനിർമ്മാണത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വേണമോ വേണ്ടയോ? അക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? 2029 തന്നെ വേണം എന്നുള്ളതാണോ? അല്ല, അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നോട്ടെ, സ്വാഗതാർഹമാണ്.
2029 വേണ്ട, അടുത്ത ഏറ്റവും അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ സ്ത്രീ സംവരണം വന്നോട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, പാർലമെന്റിൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ BJP-യുടെ താല്പര്യത്തിന് മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും E.T. മുഹമ്മദ് ബഷീർ സാഹിബ് പാർലമെന്റിൽ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് സ്ത്രീ സംവരണത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത് 2023 സ്വാഗതം ചെയ്തതാണ്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അതിന് ആത്മാർത്ഥമായി മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നു, പിന്തുണക്കും. പക്ഷെ BJP-യുടെ ഹിഡൻ അജണ്ടയെ, ഈ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടുകളെ അതിശക്തമായി എതിർക്കും, ജനാധിപത്യ മാർഗത്തിൽ എതിർക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീ സംവരണത്തിന് ഞങ്ങളെതിരാണ് എന്ന് വരുത്തി തീർക്കണ്ട. അത് പാർലമെന്റിൽ കൃത്യമായി 2023 ഇതിന് പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ MP-മാർ ഇന്നും പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് ഉത്തരവാദപ്പെട്ട ആളെന്നുള്ള നിലക്ക് പറയുന്നു, സ്ത്രീ സംവരണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് ജനപ്രാതിനിധ്യത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമമാകണം. അതോടൊപ്പം തന്നെ ഇവിടെ പിന്നാക്കം നിൽക്കുന്ന OBC വിഭാഗത്തിന് കൂടി ഇതിൽ സംവരണം ഉൾപ്പെടുത്തണം. ഈ ഡീലിമിറ്റേഷൻ എന്നുള്ളതിന് BJP-ക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡീലിമിറ്റേഷൻ സമിതിയെ ഉണ്ടാക്കി അവർക്ക് BJP-ക്ക് ഭരണത്തിലേറാനുള്ള ഒരു സമിതിയാക്കി ആ രീതിയിൽ മണ്ഡലങ്ങളെ പുനർനിർണ്ണയിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അതിശക്തമായി എതിർക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ ഡോക്ടർ G. ഗോപകുമാർ, OBC സംവരണം ആവശ്യപ്പെടുന്നുണ്ട്, മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് അഖിലേഷ് യാദവ് SP നേതാവ് അദ്ദേഹം ഇക്കാര്യം ലോക്സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിന് അമിത്ഷാ കൊടുത്ത മറുപടിയും ഉണ്ടായിരുന്നു. SP തങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിലുള്ള വനിതകൾക്ക് മുഴുവൻ സീറ്റുകളും കൊടുത്തോളൂ, അതിന് ഞങ്ങൾ എതിരല്ല എന്ന്. അങ്ങനെ ഒരു പരിഹാസം പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ OBC സംവരണം എന്നുള്ള കാര്യം അത് എത്രത്തോളം പ്രായോഗികമാണ്? അതിപ്പോൾ തടി തപ്പാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉപായമാണോ? അല്ല, OBC സംവരണം ഇവർ ആദ്യമായിട്ടല്ല പറയുന്നത്, നേരത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് ഡിമാൻഡ് വരുന്നുണ്ട്. പക്ഷേ അത് നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിനകത്ത് ഭരണഘടന എഴുതിയപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് SC/STക്ക് 10% റിസർവേഷൻ കൊടുക്കണം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്ത കാര്യമാണ്. അന്ന് ഈ മറ്റു കാസ്റ്റിൻ്റെ കാര്യം ഒന്നും ആലോചിച്ചിട്ടുമില്ല. ഇത് 1990 മണ്ഡൽ കമ്മീഷന് ശേഷം വന്ന ഒരു ഡിമാൻഡായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരാൾക്കൊരു വോട്ട്, ഒരു പൗരനൊരു വോട്ട് എന്നുള്ള സങ്കല്പത്തിന് വിരുദ്ധമായി വരും. ഇതിനകത്ത് 100,000 OBC കാസ്റ്റ്, 4000-ൽ പരം OBC കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് സെൻസസ് കമ്മീഷൻ തന്നെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമായ കാര്യമല്ല. ഏതായാലും അതിവിടെ രംഗത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിവിടെ ചർച്ചയിൽ ആരും എടുക്കുന്നില്ല. പക്ഷേ അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കാൻ വേണ്ടി ഇത് പറയുന്നു എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും പ്രായോഗികമാകാൻ പോകുന്നതല്ല. കാരണം നമുക്ക് ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അത് പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വ്യക്തമായിട്ട് ഇത് നേരത്തെയുള്ള മുമ്പേ ഉള്ള സമയത്തുള്ള കമ്മ്യൂണൽ അവാർഡും ബാക്കി പ്രശ്നങ്ങളും ഒക്കെ. എന്താണ് ഷാക്കിർ? അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ ഈ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.